ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ദൈവത്തിൽ നിന്നൊരു ഉത്തരം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന പോലെ തോന്നുന്നു. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ദൈവമേ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഉത്തരം നൽകാത്തത്? അപ്പൊ നമ്മുടെ മനസ്സിലെ ചിന്ത മുഴുവൻ എപ്പോഴും നടക്കും, ഇത് എങ്ങനെ നടക്കും, ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ദൈവം എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം നടക്കുന്നില്ല, ഇതിങ്ങനെ നീണ്ടു പോവുക. ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ച കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ബോധ്യത്തിൽ വിശ്രമിക്കുവാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുക. വചനം നമ്മളോട് പറയുക, വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആരോടാണ് നിങ്ങൾ പറഞ്ഞത്? സ്വർഗത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തോടാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറിനോടോ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് ആ വ്യക്തിയിൽ, അല്ലേ? ആ വ്യക്തി അത് നടത്തി തരും. നിങ്ങളുടെ ഫാദറാകാം, മദറാകാം, നിങ്ങളുടെ സിബ്ലിങ്സ് സഹോദരങ്ങളാകാം, നിങ്ങളുടെ ഫ്രണ്ടാകാം. ഉറപ്പുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരും. അവരെക്കാളൊക്കെയോ എത്രയോ വലിയവനാണ് നമ്മളെല്ലാവരെ സൃഷ്ടിച്ച നമ്മുടെ പിതാവായ ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എപ്പോഴാ ദൈവം ഇത് ഏറ്റെടുത്തു, അവനിത് നോക്കിക്കോളും, എനിക്ക് നന്മയല്ലാതെ ഒന്നും അവൻ ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പിൽ അവന്റെ കരങ്ങൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് നമുക്ക് അനുഗ്രഹമായത്, നമുക്ക് വേണ്ടത് ഏറ്റവും നല്ലത് ദൈവം നമുക്ക് തരികയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതും തരുന്നതും എല്ലാം നമ്മുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കുമായിട്ടാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിന് അറിയാം. എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടും, നീ എന്നോട് സംസാരിക്കുക, നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുക. കാരണം കർത്താവിന് ഇത് വളരെ ഇഷ്ടമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളോടുള്ള ആ സംസാരത്തിലൂടെ ഈശോയുടെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഓരോ നിമിഷവും. അതുകൊണ്ടാണ് നമ്മൾ ഈശോയോട് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക സമാധാനം നിറയപ്പെടുന്നത്. ഈ സമാധാനത്തിൽ വിശ്വസിച്ചവരാ നാം ഈ വിശ്രമത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ കരുണയിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും അനുഗ്രഹമായത്, ഏറ്റവും നന്മയായത്, പരമാർത്ഥ ഹൃദയ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു നന്മയും ദൈവം വിത്ത്ഹോൾഡ് ചെയ്യത്തില്ല, മാറ്റി നിർത്തത്തില്ല. എല്ലാ നന്മകളും അവൻ നമുക്ക് തരുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് പരിശുദ്ധ കുർബാനയായി തീർന്ന വിശുദ്ധ കുരിശിൽ സകലതും പൂർത്തീകരിച്ചത്. ഇന്ന് ആ ഈശോയുടെ കരുണയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ ഞങ്ങൾ പരിതപിക്കാറുണ്ട്, ഞങ്ങൾ പിറുവിറുക്കാറുണ്ട്. ഇന്ന് ഞങ്ങളെ ക്ഷമ ചോദിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അവിടുന്ന് ഈ വിഷയത്തെ ഏറ്റെടുത്തു എന്നുള്ള ആ ഒരു ഉറപ്പിൽ ഞങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിനാൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഗോഡ് ബ്ലസ് യു ഓൾ. വലിയൊരു സമാധാനം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ആ സമാധാനത്തിൽ നമുക്ക് ഇന്നായിരിക്കാം. ഈശോ നമുക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കും. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. ആമേൻ.